വെൽക്കം താഹ്മാനാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ലിമിറ്റ് ടെസ്റ്റ് ഫോർ ഹെവി മെറ്റൽസ് ആണ്. ഹെവി മെറ്റൽസിന്റെ ലിമിറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ കാണാൻ. സോ ഡെൻസിറ്റി കൂടിയ മെറ്റൽസ് ആണ് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹെവി മെറ്റൽസ് ആർ വെരി ടോക്സിക്, പോയിസൺസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അധികവും. ആൻഡ് വളരെ കുറഞ്ഞ അളവിലും ടോക്സിക് ആണ്. സോ അമിതമായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. സോ വി ഹാവ് സെറ്റ് എ ലിമിറ്റ്. വളരെ കുറഞ്ഞ ലിമിറ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ അളവിലാണ്. പാർട്സ് പെർ മില്യൺ ഓർ പാർട്സ് പെർ ബില്യൺ അളവിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ ലിമിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചത്. സോ ഏതെല്ലാമാണ് ഹെവി മെറ്റൽസ് വെച്ചാൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയാം. ലെഡ്, മെർക്കുറി, ബിസ്മത്ത് ഹെവി മെറ്റൽ ആണ്. ടിൻ ഹെവി മെറ്റൽ ആണ്. കോബാൾട്ട്, ആന്റിമണി, ഇനിയുണ്ട് ഒരുപാട്. നമുക്ക് മാംഗനീസ് പറയാം, സിൽവർ പറയാം. സോ ഇതെല്ലാം ഹെവി മെറ്റൽസിൽ വരും. എങ്കിലും നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹെവി മെറ്റൽസിന്റെ ലിമിറ്റ് ടെസ്റ്റ് നമ്മൾ അയേൺ ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ്. കളർ കമ്പാരിസൺ ആണ്. സോ ബേസിക് എന്ന് പറയുന്നത് കളർ കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുക. രണ്ട് കളർ ഒത്തു നോക്കുക. സോ ഇമ്പ്യൂരിറ്റി ആയിട്ട് ഉള്ള ഹെവി മെറ്റൽസിനെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട്, സോ ഹെവി മെറ്റൽസ് നമുക്ക് എം എന്ന് എഴുതാം. നമ്മൾ സം റിയാക്ഷൻ നടത്തിച്ചിട്ട് അതിനെ നമ്മൾ മെറ്റൽ സൾഫൈഡ് ആക്കി മാറ്റുക. ഓക്കെ, ആൻഡ് ദിസ് മെറ്റൽ സൾഫൈഡിന് ഒരു ബ്രൗൺ കളർ ആയിരിക്കും. ബ്രൗൺ കളർ. സോ ഇത് നമ്മളൊരു സ്റ്റാൻഡേർഡ് കളറും നമ്മൾ ഉണ്ടാക്കിയ മെറ്റൽ കളറും. സോ ടെസ്റ്റുമായിട്ട് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുക. ഇത് നമുക്ക് 4 മെത്തേഡിൽ ചെയ്യാം. 4 മെത്തേഡ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി. മെത്തേഡ് എ നമ്മൾ ചെയ്യുന്നത് ക്ലിയർ കളർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സോ അത് വെള്ളത്തിൽ അലിയുമ്പോൾ ക്ലിയർ കളർലെസ് ആണെങ്കിൽ നമുക്ക് മെത്തേഡ് എ ഉപയോഗിക്കാം. മെത്തേഡ് ബി ആണെങ്കിൽ ഇപ്പോൾ ഇത് കളേർഡ് ആണെങ്കിൽ നമുക്ക് മെത്തേഡ് ബി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ആൻഡ് മെത്തേഡ് സി നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കളർ നോക്കാം. സോ അപ്പോൾ കളർലെസ് ആണെങ്കിൽ നമുക്ക് മെത്തേഡ് സി നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് മെത്തേഡ് ഡിയിൽ നമ്മൾ വേറെ ചില സംഭവങ്ങളാണ് ഉപയോഗിക്കുക. തയോ അസെറ്റമൈഡ് വെച്ചിട്ട് റിയാക്ടന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഇതാണ് മെത്തേഡ് ഡി. അങ്ങനെ 4 മെത്തേഡാണ് നമ്മൾ ചെയ്യുക. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ ഏകദേശം സെയിം ആണ് എല്ലാ മെത്തേഡിന്റെയും. കളർ കമ്പാരിസൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കളർ കമ്പാരിസൺ ആണ് എല്ലാം ചെയ്യുക. സോ എങ്ങനെ കളർ നമ്മൾ ഉണ്ടാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി മെറ്റലാണ് നമ്മൾ എടുക്കുക. ഹെവി മെറ്റലിനെ അതിന്റെ സൾഫൈഡ് ആക്കുക, മെറ്റൽ സൾഫൈഡ്സ് ആക്കിയാൽ മതി. സോ നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പ്ലസ് അത് നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ആണ് സാധാരണ ഉപയോഗിക്കുക ഒരു റിയാക്ടന്റ് ഇൻ ആസിഡിക് മീഡിയം ഒരു pH 3 to 4 കൊടുക്കുക. അപ്പോഴത്തേക്കും മെറ്റൽ സൾഫൈഡ് ഉണ്ടാകും. M2S plus 2H, 2H കൂടി ഉണ്ടാവും. ഓക്കെ, ഈ ടെസ്റ്റിൽ നമ്മൾ H2S പകരം ചില സമയത്ത് ഇത് റിയാക്ഷൻ ഇത് തന്നെയാണ്, സോഡിയം സൾഫൈഡ് ആയിരിക്കും ഉപയോഗിക്കുക. സോഡിയം സൾഫൈഡ് കൊടുത്താലും നമുക്ക് ഉണ്ടാവുക മെറ്റൽ സൾഫൈഡ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ ആസിഡിക് മീഡിയത്തിന് പകരം ചിലപ്പോൾ ആൽക്കലൈൻ മീഡിയം ആയിരിക്കും മാത്രമേ. ഓക്കെ, ഇതാണ് ഒരു വ്യത്യാസം. ഇനി മെത്തേഡ് ഡിയിൽ ഹെവി മെറ്റൽ തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഹെവി മെറ്റലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തയോ അസെറ്റമൈഡ് ആണ്. അപ്പോഴും നമ്മൾ ആസിഡിക് മീഡിയം തന്നെയാണ് 3 to 4 നമ്മൾ ഉപയോഗിക്കുക. തയോ അസെറ്റമൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും CH3C ഡബിൾ ബോണ്ട് എസ് ഉണ്ട്, ദെൻ വീണ്ടും NH3. സോ ഇതാണ് തയോ അസെറ്റമൈഡ്. തയോ സൾഫർ വരുമ്പോഴാണ് തയോ വരിക. അപ്പോൾ ഉണ്ടാകുന്ന ഇവിടെയും ഒരു ബ്രൗൺ കളറാണ്. സോ എല്ലായിടത്തും കളറാണ് ഉണ്ടാവുക, ബ്രൗൺ കളർ. സോ കളർ ഉണ്ടാക്കുക, ദെൻ വി കമ്പയർ വിത്ത് ദ സ്റ്റാൻഡേർഡ് കളർ പ്രൊഡ്യൂസ്ഡ്. സോ ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്കിനി പ്രൊസീജിയർ പറയാം. സോ ഇത് ചെയ്യുന്നത് കളർ കമ്പാരിസൺ ആണ്. കളർ കമ്പാരിസൺ ആകുമ്പോൾ വി നീഡ് സിലിണ്ടറിലായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, ആൻഡ് മുകളിൽ നിന്നായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ കളർ കമ്പയർ ചെയ്യുക. നമ്മൾ നോക്കുക, അയണിൽ നമ്മൾ അത് പറഞ്ഞതാണ്. സോ 2 നെസ്ലെസ് സിലിണ്ടർ എടുക്കുക, ഒരു ടെസ്റ്റ്, ഒരു സ്റ്റാൻഡേർഡ്. സോ 2 നെസ്ലെസ് സിലിണ്ടർ എടുത്തു. ആൻഡ് ഇതിനകത്ത് ഇത് സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ആൻഡ് ദിസ് ഇസ് ടെസ്റ്റ്. ഇത് ടെസ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ സോ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡിനകത്ത് കളർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഒഴിക്കണം. സോ 1 ml ലെഡ്, സ്റ്റാൻഡേർഡ് ലെഡ് സൊല്യൂഷൻ ആണ് ഇതിനകത്തേക്ക് ഒഴിക്കുക. സോ അത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് 20 parts per million എന്ന കണക്കിലാണ്. ആൻഡ് ഇത് നമ്മൾ 25 ml ആക്കുക. സോ ഇവിടെ 1 ml ആഡ് ചെയ്യുന്നു, ദെൻ മേക്ക് ഇറ്റ് 25 ml, 25 ml ആക്കുന്നു. ഇവിടെ നമ്മൾ എന്താ പറയാ, സാധാരണ പറയാ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടെസ്റ്റ് സബ്സ്റ്റൻസ്, മിക്കവാറും 1 gram ആയിരിക്കും, എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് 25 ml ആക്കുക. ഓക്കെ, ഇനി എല്ലാ പ്രൊസീജിയറും സെയിം ആണ്, ഇത് മാത്രമുള്ള വ്യത്യാസം. സോ ആദ്യം ഇതിന്റെ pH 3 to 4 ആക്കുക. pH 3 to 4 നമുക്ക് ആക്കാനായിട്ട് ആസെറ്റിക് ആസിഡ് ആണ് നമ്മൾ ഒഴിക്കുക. ആസെറ്റിക് ആസിഡ് ഒഴിക്കുക, ഇതിലും അത് തന്നെ ഒഴിക്കുക. ദെൻ അതിനുശേഷം ആസെറ്റിക് ആസിഡ് ഒഴിച്ച് ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് കളർ നോക്കാം. കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ഡയല്യൂട്ട് അമോണിയ സൊല്യൂഷൻ ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആസെറ്റിക് ആസിഡ് പ്ലസ് വേണമെങ്കിൽ ഡയല്യൂട്ട് അമോണിയ സൊല്യൂഷൻ. അപ്പോൾ 35 ml ആക്കുക. ഇതും അതൊക്കെ ചെയ്ത് 35 ml ആക്കുക. ഇനി നമുക്ക്
കളർ കിട്ടണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഓൾറെഡി പറഞ്ഞു 10 ml 10 ml ഫ്രഷ്ലി പ്രിപ്പയർഡ് ഉണ്ടാക്കിയെടുത്ത ഹൈഡ്രജൻ സൾഫൈഡ്. സോ ഇതിനകത്തേക്കും 10 ml H2S ഹൈഡ്രജൻ സൾഫൈഡ് നമ്മൾ ആഡ് ചെയ്യുക. ദെൻ മേക്കപ്പ് ടു 50 ml 50 ml കൃത്യമാക്കുക. ഇത് 50 ml ആക്കുക. ദെൻ 5 minutes വെയിറ്റ് ചെയ്യുക. മിക്സ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. ഞാൻ പറയുന്നില്ല മാത്രമേ ഉള്ളൂ. ദെൻ കമ്പയർ ദ കളർ. സോ ഇവിടെയാണ് കളർ കൂടുതലെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ഈസ് പാസ്ഡ്. ഇവിടെ കളർ കൂടുതലാണെങ്കിൽ ഇത് തോറ്റു. സോ ദിസ് കണ്ടെയ്ൻ മോർ ദാൻ 20ൽ കൂടുതലുണ്ട് എന്നാണ് അർത്ഥം. സോ ഇതാണ് നമ്മൾ ഇഫ് ദ സബ്സ്റ്റൻസ് ഈസ് കളർലെസ്. സോ ദിസ് ഈസ് പ്രൊസീജിയർ എ ഓർ മെത്തേഡ് എ ആണ് ഞാൻ പറഞ്ഞത്. ഇനി മെത്തേഡ് ബി ആണ്. മെത്തേഡ് ബിയുടെ പ്രശ്നം എന്താ? നമ്മൾ എടുത്ത സാധനത്തിന് നേരത്തെ ഒരു കളർ ഉണ്ട്. നമ്മൾ വാട്ടറിൽ കലക്കുമ്പോൾ ദർ ഈസ് എ കളർ. സോ ഈ കളർ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യും. സോ വി ഹാവ് ടു റിമൂവ് ദിസ് കളർ. ഈ കളർ മാറ്റണം നമുക്ക്. ഈ കളർ മാറ്റാനുള്ള കുറച്ച് തരികിട പരിപാടികളാണ് നമ്മൾ ആദ്യം ചെയ്യുക. സോ നമ്മളതൊരു ക്രൂസിബിൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ സബ്സ്റ്റൻസ് ഇടുക. അതിനകത്തേക്ക് കുറച്ച് മോയ്സ്ചർ ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് മോയ്സ്ചർ ചെയ്യുക. ദെൻ ഇതിനൊന്ന് ഇഗ്നൈറ്റ് ചെയ്യുക, ചാർ ചെയ്യുക. ഓക്കെ, സോ ഈ സാധനം എടുത്തിട്ട് വീണ്ടും അതിനകത്തേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് HNO3 ഓർ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. എന്നിട്ട് 500 to 600 500 ഡിഗ്രി ഒക്കെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും അതിനടുത്ത് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ കുറച്ച് H2SO4 ഒഴിച്ചൊന്ന് ഡ്രൈ ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഫ്യൂ ഡ്രോപ്സ് ഓഫ് HCl ആഡ് ചെയ്യുന്നു. സോ HCl ആഡ് ചെയ്തിട്ട് 1 ml ആക്കുക. ദെൻ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അമോണിയ ഒഴിച്ചിട്ട് ആൽക്കലൈൻ കൂടിയാക്കും. ഓക്കെ, സോ അപ്പൊ നമുക്ക് സംഭവം നമുക്ക് കിട്ടി. നമ്മുടെ പ്രശ്നം ഇതായിരുന്നു, കളർ ഉണ്ടായിരുന്നു. ഈ കളർ മാറ്റാനാണ് ഇത്രയും ആസിഡുകളൊക്കെ ഇട്ട് നമ്മൾ ഒരു പിടുത്തം പിടിച്ചു. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട? ഇനി ഈ സാധനത്തിൽ നിന്ന് 1 ml ടെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക. ദെൻ ഇനി എല്ലാം ഇതേപോലെ തന്നെ ചെയ്യും. സോ സെയിം പ്രൊസീജിയർ ആണ് ചെയ്യുക. സോ ഹൈഡ്രജൻ സൾഫൈഡ് ഒഴിക്കുന്നു, കളർ ഉണ്ടാവുന്നു, കളർ നോക്കുന്നു. സോ കളർ മാറ്റി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്ത വ്യത്യാസം. ഈ പ്രൊസീജിയറിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. സോ ഇതാണ് പ്രൊസീജിയർ ഓർ ടെസ്റ്റ് ബി ആണ് ചെയ്യുന്നത്. അടുത്തത് മെത്തേഡ് സി ആണ്. മെത്തേഡ് സിയിൽ നമ്മൾ ചെയ്യുക സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോഴത്തേക്കും കളർലെസ് ആണെങ്കിലാണ് നമ്മൾ മെത്തേഡ് സി നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, സോ ഇതിനും വീണ്ടും പഴയതുപോലെ 2 നെസ്ലെ സിലിണ്ടർ, 1 നെസ്ലെ സിലിണ്ടർ 2, 1 ഈസ് ടെസ്റ്റ് ആൻഡ് ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ആൻഡ് ദിസ് ഈസ് ടെസ്റ്റ്. സോ ഇവിടെ നമ്മൾ 1 ml സ്റ്റാൻഡേർഡ് ഒഴിക്കുന്നു, 1 ml സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. സോ അതും 20 parts per million ലെഡ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഞാൻ പറയാൻ വിട്ടുപോയെന്ന് സംശയമുണ്ട്. സോ അതാണ് നമ്മൾ എടുക്കുക. കളർ സ്റ്റാൻഡേർഡ് ആയിട്ട്. ദെൻ അതിനകത്തേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. 5 ml സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആഡ് ചെയ്യും. സോ ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ നമ്മൾ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ടെസ്റ്റ് എടുക്കുന്നു. അതിനകത്തേക്ക് 25 ml വാട്ടർ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ അത് ചെയ്യുന്നു. 25 ml ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 5 ml സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് 50 ml ആക്കുക. 50 ml ആക്കിയതിനു ശേഷം 5 ഡ്രോപ്പ് 50 ml ആക്കുക. 5 ഡ്രോപ്സ് ഓഫ് Na2S സോഡിയം സൾഫൈഡ്. സോ ഇവിടെ 50 ml ആക്കുക. 5 ഡ്രോപ്സ് ഓഫ് Na2 സോഡിയം Na2S ആണ് നമ്മൾ ആഡ് ചെയ്യുക. നേരത്തെ നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ആയിരുന്നു, ഇവിടെ Na2S ആണ് ആഡ് ചെയ്യുക. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ മെറ്റൽ സൾഫൈഡ് ഉണ്ടാകുന്നു. വീണ്ടും കളർ നമ്മൾ മുകളിൽ നോക്കുന്നു. ഇത് ടെസ്റ്റ് ആണ്. ടെസ്റ്റിന് കൂടുതലെങ്കിൽ ഇത് പരാജയം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെത്തേഡ് സി എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് ഡി ആണ്. മെത്തേഡ് ഡിയുടെ അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടെയും സ്റ്റാൻഡേർഡ്. ഓക്കെ, 2 ടെസ്റ്റ് നെസ്ലെ സിലിണ്ടർ എടുക്കുന്നു, ഒരു സ്റ്റാൻഡേർഡ്, ഒരു ടെസ്റ്റ്. സോ ഇതിനകത്തേക്ക് 2 ml 2 ml സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ലെഡ് സൊല്യൂഷൻ ആയിരിക്കും ആഡ് ചെയ്യുക. ദെൻ 25 ml ആക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല, സ്പെസിഫൈഡ് എമൗണ്ട് എന്താണ്, ഏത് കോമ്പൗണ്ട് ആണോ അതിനകത്ത് IP പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് IPO ഏത് പ്രൊസീജിയർ ആണോ എത്ര എടുക്കണം എന്ന് പറഞ്ഞനുസരിച്ച് സംഭവം എടുക്കുന്നു. ദെൻ നമ്മളിത് 25 ml വാട്ടർ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിനകത്തേക്ക് pH 3 to 4 ആക്കും. pH 3 to 4 ആസിറ്റിക് ആസിഡ് ആഡ് ചെയ്താൽ മതി. ദെൻ നമ്മൾ കുറച്ച് 2 ml അസറ്റേറ്റ് ബഫർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 40 ml ആക്കുന്നു. 40 ml വിത്ത് ഡിസ്റ്റിൽ വാട്ടർ വെച്ചിട്ടാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ 1.2 ml ഡി നമ്മൾ പറഞ്ഞു തയോ അസറ്റേറ്റ് ആണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞു. തയോ അസറ്റേറ്റ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യും ഇതിനകത്ത്. 50 ml ആക്കുക. 50 ml ഇവിടെ ആക്കുക. ദെൻ വാച്ച് 5 minutes വെയിറ്റ് ചെയ്യുക. കളർ കമ്പാരിസൺ, വീണ്ടും കളർ കമ്പാരിസൺ ചെയ്യും. സോ ഇതെല്ലാം കളർ കമ്പാരിസൺ ആണ് എല്ലാത്തിലും ഉണ്ടാകുന്നത്. സംഭവം ഇതാണ് ഉണ്ടാവുക. മെറ്റൽ സൾഫൈഡിന്റെ കളറാണ് നമ്മൾ കമ്പയർ ചെയ്യുക. സോ ഇതിനകത്ത് തയോ അസിറ്റമൈഡ് വെച്ചിട്ടാണ് കളർ ഉണ്ടാക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ദിസ് ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസ് ഇങ്ങനെയാണ് ചെയ്യുക. സോ സിമ്പിൾ പ്രിൻസിപ്പിൾ ആണ്, പ്രൊസീജിയറും സിമ്പിൾ ആണ്. നമുക്ക് ഹെവി മെറ്റൽസ് ഫോർ ലെഡ് നമുക്ക് സെപ്പറേറ്റ് കാണാനുണ്ട്, അത് നമുക്ക് വേറെ കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.